നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുമ്പോൾ CRPCക്ക് പകരമായി നിലവിൽ വന്ന BNSSന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട BNSSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യം നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ് BNSS അല്ലെങ്കിൽ എന്താണ് CRPC എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് IPC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പീനൽ കോഡ്. IPC നമുക്കറിയാം 1860 IPC ഓഫ് 1860 എന്നാണ് അത് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന IPCക്ക് പകരമായിട്ട് നിലവിൽ വന്നതാണ് ഭാരതീയ ന്യായ സംഹിത അല്ലെ. അപ്പൊ ഈ പറയുന്ന നമ്മുടെ BNSനെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ക്രമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രൊസീജിയറുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന BNS നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നടപടിക്രമങ്ങളെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെ പറയുന്ന പേരാണെന്ത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഓക്കെ, എന്ന് വെച്ചാല് നമ്മുടെ പഴയൊരു വെർഷനിൽ പറഞ്ഞാൽ IPC നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് CRPC വന്നിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. നമുക്കറിയാം, നമുക്ക് ആദ്യം എന്താണ് ഉണ്ടായിരുന്നത്? IPC അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡാണ് ഉണ്ടായിരുന്നത്. ഈ IPCക്ക് പകരം വന്നത് എന്താണ്? ഭാരതീയ ന്യായ സംഹിതയാണ് അതിന് പകരം വരുന്നത്. എന്നാൽ നമുക്ക് CRPC ഉണ്ടായിരുന്നല്ലേ? CRPC ഉണ്ടായിരുന്നു. ഈ പറയുന്ന CRPCക്ക് പകരം നിലവിൽ വന്ന എന്താണ്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ് അല്ലെ. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടായിരുന്നു, തെളിവ് നിയമം ഉണ്ടായിരുന്നു. ഇതിന് പകരം നിലവിൽ വന്ന എന്താണ്? ഭാരതീയ സാക്ഷ്യ അധിനിയമമാണ് അല്ലെ. ഭാരതീയ സാക്ഷി എന്നാണ്. ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി നിലവിൽ വരുന്ന എന്താണ്? ഭാരതീയ സാക്ഷ്യ അധിനിയമം അല്ലെങ്കിൽ BSA എന്നതിനെ പറയും. അപ്പൊ നമുക്ക് ഭാഗ്യവശാൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈ പറയുന്ന IPC നമുക്ക് പഠിക്കാനില്ല, CRPC പഠിക്കാനില്ല, എവിഡൻസ് ആക്ട് പഠിക്കാനില്ല. പകരം നമുക്ക് പഠിക്കാനുള്ളത് BNSും BNSSും അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയമമാണ് നമുക്ക് ഇപ്പോ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ IPCക്ക് പകരം നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിതയുടെ ആദ്യത്തെ 4 ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മുടെ ഈ പറയുന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ക്ലാസ്സിന് ശേഷം ബാക്കി പറയുന്ന ക്ലാസ്സുകൾ വരുന്നതായിരിക്കും. കാരണം അതിനകത്ത് ഒരുപാട് കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലുകളും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നോട്ട് പ്രിപ്പറേഷനിലാണ്. അപ്പൊ അതിനുശേഷം എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ബാക്കി ക്ലാസ്സുകൾ ഞാനത് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കറക്റ്റ് ഓർഡറിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് എന്തായാലും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നമുക്ക് പഠിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. അപ്പൊ നിങ്ങളും എന്റെ കൂടെ തന്നെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരുമിച്ച് ഇത്തവണത്തെ CPO നമുക്ക് അടിപൊളിയായിട്ട് അടിച്ചു കയറി വരാം. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട, കൺഫ്യൂഷനും വേണ്ട. മൊത്തം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങളും എന്റെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ക്ലാസ് കാണുന്ന എല്ലാവരും ഒരു കമന്റെങ്കിലും ഇട്ട് സപ്പോർട്ട് കൂടി രേഖപ്പെടുത്താനും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ വരാം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്താണ്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് അല്ലെങ്കിൽ CRPCക്ക് പകരമായി നിലവിൽ വന്ന പുതിയ നിയമമാണെന്ത്? നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഒന്നുമില്ല നമ്മൾ പറഞ്ഞത് CRPCക്ക് പകരം അല്ലെങ്കിൽ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയറുകളാണെന്ത്? CRPC അല്ലെങ്കിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന CRPCക്ക് പകരമായി നിലവിൽ വന്ന പുതിയ നിയമമാണെന്ത്? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. നിലവിലിപ്പോ CPOയുടെയും WCPOയുടെയും അതുപോലെ തന്നെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെയും സ്പെഷ്യൽ ടോപ്പിക് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ പുതിയ ബാച്ച് ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള പേയ്മെന്റ് 600 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. 9961169272 എന്ന് പറയുന്ന സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? GPay ചെയ്തോ പേയ്മെന്റ് ചെയ്ത ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് അതേ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ
സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിന്റെയൊക്കെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീക്കിലി ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ മോഡൽ എക്സാംസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇതിന്റെയൊക്കെ PDF നോട്ടുകളും മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ CPO WCPO എഴുതുന്ന കേരളത്തിലെ എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് മാർക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 20 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. ഇത്രയും വർഷമായിട്ടും ഈ പറയുന്ന എല്ലാ മേഖലയിലും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് മേഖലയിലും നമ്മളുടെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ CPO WCPO എഴുതുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് CRPCയുടെ കാര്യം നമ്മൾ പറഞ്ഞു. CRPCയുടെ സെക്ഷൻസ് ഒന്നും ഇത്തവണ ചോദിക്കത്തില്ല. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരികയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് CRPC പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്തെന്ന് ചോദിച്ചാൽ, CRPC രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്തെന്ന് ചോദിച്ചാൽ 1974 1974 ജനുവരി 25 എന്ത് ചെയ്യുന്നു, CRPC രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. എന്നാൽ CRPC നിലവിൽ വന്നത് ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. CRPC നിലവിൽ വന്നതിന്റെ എന്നു ചോദിച്ചാൽ 1974 ഏപ്രിൽ 1 ഏപ്രിൽ 1 നിലവിൽ വരുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ അത് 1974 ജനുവരി 25 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. എന്നാൽ ഇത് 1974 ജനുവരി 1 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നു, CRPC നിലവിൽ വരുന്നു. ജനുവരി 25 ഒപ്പുവെക്കുന്നു, ഏപ്രിൽ 1 നിലവിൽ വരുന്നു. അങ്ങനെ CRPC 1974 ഇത് പരിപാടിയെല്ലാം നടക്കുന്നത്. പക്ഷെ CRPC പറയുന്ന വർഷം ഏതാണ്, CRPC ഓഫ് 1973 എന്നാണ് പറയുന്നത് അല്ലെ, CRPC ഓഫ് 1973. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് BNSSലും അതുപോലെ തന്നെ CRPCയിലും എത്ര ചാപ്റ്ററുകളുണ്ട്, സെക്ഷൻസ് ഉണ്ട്, ഷെഡ്യൂളുകളുണ്ട്. അപ്പൊ നമ്മളിപ്പോ എത്ര നിയമങ്ങൾ മാറി എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പഴയ ഈ ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഓർമ്മയിൽ വേണം. ചിലപ്പോ ചോദിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. കാര്യം ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകളാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് BNSS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ ചാപ്റ്ററുകളുടെ എണ്ണം ചോദിച്ചാൽ 39 ആണ്. എന്നാൽ CRPCയിലെ ചാപ്റ്ററുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്, 37 ചാപ്റ്റർ ആണ്. BNSSൽ എത്ര സെക്ഷൻസ് ഉണ്ട്, 531 സെക്ഷൻസ് ഉണ്ട്. CRPCയിൽ എത്ര സെക്ഷൻസ് ഉണ്ടായിരുന്നു, 484 സെക്ഷൻസ് CRPCയിൽ ഉണ്ടായിരുന്നു. ഷെഡ്യൂളുകൾ 2 സ്ഥലങ്ങളിലും ഒരുപോലെയാണ്. രണ്ടിലും ഷെഡ്യൂളുകൾ BNSSലും CRPCയിലും 2 ഷെഡ്യൂളുകൾ തന്നെയാണ്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാൻ ശ്രദ്ധിക്കുക. BNSSും അതുപോലെ തന്നെ CRPCയിലും BNSSൽ എത്ര ചാപ്റ്ററുകൾ ഉണ്ട്, നമ്മൾ പറഞ്ഞു 39 ചാപ്റ്റർ BNSSലുണ്ട്. എന്നാൽ CRPCയിൽ എത്ര ചാപ്റ്ററുകൾ ഉണ്ട്, 37 ചാപ്റ്ററുകൾ CRPCയിൽ ഉണ്ടായിരുന്നു. എന്നാൽ BNSSൽ എത്ര സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻസ് 531 സെക്ഷൻസ് ആണ്, കൂടുതലാണ് അല്ലെ. CRPCയിൽ എത്ര സെക്ഷൻസ് ഉണ്ട്, കുറവാണ്, സെക്ഷൻസ് കുറവാണ്. 484 സെക്ഷൻസ് CRPCയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഷെഡ്യൂളുകളാണെങ്കിലോ രണ്ടും ഒരുപോലെ തന്നെയാണ്. 2 ഷെഡ്യൂളുകൾ തന്നെയാണ് BNSലും, അതുപോലെ തന്നെ 2 ഷെഡ്യൂളുകൾ തന്നെയാണ് CRPCയിലും ഉള്ളത്. ഓക്കെ, BNSSന്റെ വർഷം ഏതാണ്, BNSS ഓഫ് 2023 എന്നാണ് പറയുന്നത്. CRPC ഓഫ് 1973 എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2023 എന്ന് പറയുമെങ്കിലും BNSS നിലവിൽ വരുന്ന 2024 ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. CRPC 1973 എന്ന് പറയുന്നെങ്കിലും ഇത് നിലവിൽ വന്ന എപ്പോഴായിരുന്നു, 1974 ഇത് CRPC നിലവിൽ വന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് BNSSന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഇത്രയും കാര്യമേ ഉള്ളൂ. എന്താണ് BNSS, എന്താണ് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള CRPCക്ക് പകരമായി നിലവിൽ വന്ന പുതിയ നിയമമാണെന്ത്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ എത്ര ചാപ്റ്ററുകളുണ്ട്, 39 ചാപ്റ്ററുകളും 531 സെക്ഷൻസും 2 ഷെഡ്യൂളുകളും ഉൾപ്പെടുന്ന നിയമമാണെന്ത്, BNSS. എന്നാൽ CRPCയുടെ കാര്യം നോക്കിയാൽ 37 ചാപ്റ്ററും 484 സെക്ഷൻസും 2 ഷെഡ്യൂളുകളും ഉൾപ്പെടുന്നതാണ് എന്ത്, നമ്മുടെ CRPC. ഓക്കെ അല്ലേ? ഇത്രയും കാര്യത്തില് ഒരു ഡൗട്ടും ഉണ്ടാവരുത്,
ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട സെക്ഷൻസിന്റെ കാര്യങ്ങളാണ് കേട്ടോ. കുറച്ച് പ്രധാനപ്പെട്ട സെക്ഷൻസ് അല്ല, കുറച്ച് പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സെക്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഞാൻ ഈ പറയുന്ന ഡേറ്റുകൾ നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചു പോവുക. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് BNSSന്റെ കഥ ആരംഭിക്കുന്നത് 2023-ലാണെങ്കിലും ഇത് BNSS നിലവിൽ വരുന്നത് 2024-ലാണ്. ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ പരിപാടി അല്ലെങ്കിൽ ഇതിന്റെ പണി ആരംഭിക്കുന്നത് 2023-ലും ഇതിന്റെ പണി അവസാനിക്കുന്നത് 2024-ലുമാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2023 ഓഗസ്റ്റ് 11-ന് 2023 ഡേറ്റ് ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 11-ന് BNSS ആദ്യമായി എന്ത് ചെയ്യുന്നു? അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. എങ്ങനെയാണ് BNSS ആദ്യമായിട്ട് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 11-നാണ്. ഇത് അതിന്റെ ആദ്യ പതിപ്പാണ് കേട്ടോ. ആദ്യ പതിപ്പ് അവതരിപ്പിക്കുന്നു. പക്ഷെ ഈ പറയുന്ന പതിപ്പില് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസംബർ 12 2023 ഡിസംബർ 12-ാം തീയതി BNSS എന്ത് ചെയ്യുന്നു? പിൻവലിക്കുന്നു. ഓക്കെ, അപ്പോ 2023 ഓഗസ്റ്റ് 11-ന് എന്താണ് സംഭവിക്കുന്നത്? BNSSന്റെ ആദ്യ പതിപ്പ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 2023 ഡിസംബർ 12-ന് എന്ത് ചെയ്യുന്നു? BNSS പിൻവലിക്കുന്നു. ഓക്കെ, അപ്പൊ പിൻവലിച്ച അതേ ദിവസം അമിത്ഷാ മോൻ പിൻവലിച്ച അതേ ദിവസം തന്നെ എന്ത് ചെയ്യുന്നു? BNSSന്റെ രണ്ടാം പതിപ്പ് 2023 ഡിസംബർ 12-ന് BNSSന്റെ രണ്ടാം പതിപ്പ് അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. രണ്ടാം പതിപ്പ് എന്തായിരുന്നു? ക്ലിയർ ആയിരുന്നു, സെറ്റ് ആയിരുന്നു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? 8 ദിവസത്തിന് ശേഷം 2023 ഡിസംബർ 20-ന് ലോക്സഭ എന്ത് ചെയ്യുന്നു? BNSSനെ അംഗീകരിക്കുന്നു. ഓക്കെ അല്ലേ കേട്ടാ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് 2023 ഓഗസ്റ്റ് 11-ന് എന്താണ് സംഭവിക്കുന്നത്? ഓഗസ്റ്റ് 11-ന് ഇതിന്റെ ആദ്യ പതിപ്പ് എവിടെ അവതരിപ്പിക്കുന്നു? ലോക്സഭയിൽ. ആരവതരിപ്പിക്കുന്നു? അമിത്ഷാ അവതരിപ്പിക്കുന്നു. പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 2023 ഡിസംബർ 12-ന് BNSSനെ പിൻവലിക്കുന്നു. പിൻവലിച്ച അതേ ദിവസം ഡിസംബർ 12-ന് BNSSന്റെ രണ്ടാം പതിപ്പ് ലോക്സഭയിൽ വീണ്ടും അവതരിപ്പിക്കുന്നു. ഒരു പ്രശ്നവുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 8 ദിവസങ്ങൾക്ക് ശേഷം 2023 ഡിസംബർ 20-ന് എന്ത് ചെയ്യുന്നു? ലോക്സഭ ഇതിനെ അംഗീകരിക്കുന്നു. നമുക്ക് കളയാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഡിസംബർ 20-ന് അതേ ദിവസം നമ്മുടെ ലോക്സഭ അംഗീകരിച്ച അതേ ദിവസം തന്നെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന BNSSനെ രാജ്യസഭയിലേക്ക് കൈമാറുന്നു. 2023 ഡിസംബർ 20-ന് BNSSനെ എങ്ങോട്ട് കൈമാറുന്നു? രാജ്യസഭയിലേക്ക് കൈമാറുന്നു. കൈമാറി അടുത്ത ദിവസം ശ്രദ്ധിക്കുക, എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു പതിപ്പ് ഇറക്കി, അതിന്റെ പ്രശ്നങ്ങൾ മാറ്റി പുതിയ പതിപ്പ് വന്നു, അതിനെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ലോക്സഭയിൽ അവതരിപ്പിച്ച അതേ ദിവസം തന്നെ അത് ലോക്സഭ അംഗീകരിച്ച അതേ ദിവസം തന്നെ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു. രാജ്യസഭയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സമയം കളയാനില്ലാത്തതുകൊണ്ട് അടുത്ത ദിവസം 2023 ഡിസംബർ 21-ന് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യുന്നു? രാജ്യസഭ അതിനെ അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോ രാജ്യസഭയിലേക്ക് കൈമാറിയെന്നാണ് ഡിസംബർ 20. രാജ്യസഭ അംഗീകരിച്ചതെന്നാണ് ഡിസംബർ 21. നല്ലൊരു ദിവസം നോക്കി നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡിസംബർ 25-ന് ക്രിസ്മസിന്റെ അന്ന് എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതി ദ്രൗപദി മുർമു നമ്മുടെ BNSSനെ ഒപ്പുവെക്കുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒപ്പുവെക്കുന്നത് 2023 ഡിസംബർ 25-നാണെങ്കിലും BNSS നിലവിൽ വരുന്നത് എന്നു ചോദിച്ചാൽ 2024 ജൂലൈ 1-നാണ്. ഞാൻ പറഞ്ഞു 2023 ഓഗസ്റ്റ് 11-ന് തുടങ്ങിയ പരിപാടി ചെറുന്ന് അവസാനിക്കുന്ന എപ്പോഴാണ്? 2024 ജൂലൈ 1-നാണ്. ഓക്കെ, 2024 ജൂലൈ 1-നാണ്. ഈ ഒരു കാര്യം വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുന്നു. ആദ്യം പറഞ്ഞത് 2023 ഓഗസ്റ്റ് 11-ന് എന്ത് സംഭവിക്കുന്നു? BNSS ആദ്യമായിട്ട് അമിത്ഷാ എവിടെ അവതരിപ്പിക്കുന്നു? ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അമിത്ഷാ എന്ത് ചെയ്യുന്നു? 2023 ഡിസംബർ 12-ന് നമ്മുടെ ഈ പറയുന്ന BNSSനെ പിൻവലിച്ച ശേഷം 2023 ഡിസംബർ 12-ന് അതേ ദിവസം തന്നെ അമിത്ഷാ എന്ത് ചെയ്യുന്നു? ലോക്സഭയിൽ ഇതിന്റെ രണ്ടാമത്തെ പതിപ്പ് അവതരിപ്പിക്കുന്നു. അവതരിപ്പിച്ച് 8 ദിവസത്തിന് ശേഷം ഡിസംബർ 20-ന് എന്ത് ചെയ്യുന്നു? ലോക്സഭ ഇതിനെ അംഗീകരിക്കുന്നു. ലോക്സഭ അംഗീകരിച്ച അതേ ദിവസം തന്നെ നമ്മുടെ അമിത്ഷാ എന്ത് ചെയ്യാണ്? ഇതിനെ രാജ്യസഭയിലേക്ക് കൈമാറുന്നു. രാജ്യസഭയിലേക്ക് കൈമാറിയത് ഡിസംബർ 20-നാണ്. അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ഡിസംബർ 21-ന് എന്ത് ചെയ്യുന്നു? രാജ്യസഭ ഇതിനെ അംഗീകരിക്കുന്നു.
അംഗീകരിച്ച ശേഷം 4 ദിവസത്തിന് ശേഷം നല്ലൊരു ദിവസം നോക്കി ക്രിസ്മസിന്റെ അന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇതിനെ ഒപ്പുവയ്ക്കുന്നു. ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25-നാണെങ്കിലും 2024 ജൂലൈ 1-നാണ് എന്ത് ചെയ്യുന്നത്, BNSS നിലവിൽ വരുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു CRPCയുടെ കാര്യം. CRPC ഓഫ് 1973 അത് നിങ്ങൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. CRPC നിലവിൽ അല്ലെങ്കിൽ CRPC 1973 എന്ന് പറയുന്നെങ്കിലും ഇതിന്റെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1974 ജനുവരി 25-ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. എന്നാൽ ഇത് നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് നിലവിൽ വന്നത് 1975 ഏപ്രിൽ 1. നമ്മളെയൊക്കെ ഏപ്രിൽ ഫുൾ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, CRPC വന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഏപ്രിൽ ഫുൾ ആക്കിയത് കൊണ്ടാണ് ഇതിനെ മാറ്റുന്നത് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ BNSSന്റെ കാര്യം നോക്കിയാൽ, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ കാര്യം നോക്കിയാൽ 2023 ഓഗസ്റ്റ് 11 അല്ലേ, 2023 ഓഗസ്റ്റ് 11 അല്ലേ. ഓഗസ്റ്റ് 11 എന്ത് ചെയ്യുന്നു, നമ്മുടെ അമിത്ഷാ ഇതിനെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. ആദ്യ പതിപ്പ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങിയ ഈ പരിപാടി അവസാനിച്ചത് എന്നാണ് 2024 അല്ലേ. 2024 ജൂലൈ 1-നാണ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് ഓർമ്മയുണ്ടോ, 2023 ഡിസംബർ 25 ക്രിസ്മസ് രാത്രി എന്ത് ചെയ്യുന്നു, രാഷ്ട്രപതി ആരാണ്, ദ്രൗപദി മുർമു ആണ് ഇത് ഒപ്പുവെക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമ്മുടെ CRPC അല്ല, CRPCക്ക് പകരം നിലവിൽ വന്ന BNSSന്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സിന്റെ ബാച്ച് നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് CPOയുടെയും WCPയുടെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും നോട്ടും ടെസ്റ്റ് സീരീസും ഒക്കെ വരുന്നതാണ്. അപ്പോൾ CPO പരീക്ഷ എഴുതുന്ന എല്ലാവരും, ആരൊക്കെ എഴുതുന്നോ എല്ലാവരും നമ്മുടെ ഈ ഒരു ബാച്ചിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ, കഴിഞ്ഞ പരീക്ഷ പോലെ തന്നെ ഈ പറയുന്നതിൽ സ്പെഷ്യൽ ടോപ്പിക്കിന് 20 നമുക്ക് വാങ്ങിക്കണം. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല, നമ്മൾ വാങ്ങിച്ചിരിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളും എന്റെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. 600 രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുക. പുതിയ സിലബസ് ആണ്, പുതിയ കാര്യങ്ങളാണ്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് പറയുക. പുതുതായിട്ടുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.